ഗ്രാവിറ്റേഷൻ. സോ ഫിസിക്സിലെ ഈ ഒരു ചാപ്റ്ററിൽ കീം 2025 എന്തൊക്കെ പഠിക്കാനുണ്ട്, എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ഉണ്ട്, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഫസ്റ്റ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? F is equal to gm1m2/r². ഇതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ഈ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്റർ നമുക്ക് മനസ്സിൽ വരുമ്പം ആദ്യം വരുന്ന ഒരേ ഒരു ഇക്വേഷൻ ഇതായിരിക്കും. F ഫോഴ്സ് ഇസ് ഈക്വൽ ടു gm1m2/r². G എന്ന് പറഞ്ഞാൽ 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ kg/2 ആയിരിക്കും. അത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ M1ഉം M2ഉം 2 മാസ്സാണ്, 6 ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ. പിന്നെ ദ ഡയറക്ഷൻ ഓൾവേസ് അട്രാക്റ്റീവ് ആൻഡ് ആക്ട് അലോങ് ദ ലൈൻ ജോയിനിങ് സെൻറ്റർ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണ്, 2 masses 10 kg ഈച്ച് ആർ 1 meter അപ്പാർട്ട്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തായിരിക്കും? 6.67 × 10⁻⁻11 G. അതാണ് G ഇൻറ്റു 2 mass 10 × 10. ദേ ആർ ഡിസ്റ്റൻസ് 1 meter അപ്പാർട്ട്. അപ്പോൾ ബൈ 1². ആൻസർ വരുന്നത് 6.67 × 10⁻⁹ ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ, അടുത്തത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ ഓൺ ദ എർത്ത് സർഫസ് ആണെങ്കിൽ gm/r² ആയിരിക്കും. എങ്ങനെ? gm/r². അതിൽ G ആണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ക്യാപിറ്റൽ G എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ 6.67 × 10⁻⁻11 ആണ്. മാസ് ഓഫ് ദ എർത്ത് ആയിരിക്കും. ആൻഡ് റേഡിയസ് ഓഫ് ദ എർത്ത് ആയിരിക്കും. മാസ് ഓഫ് ദ എർത്തും റേഡിയസ് ഓഫ് ദ എർത്തുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജിക്ക് ഒരു വാല്യൂ കിട്ടും. G ഈക്വൽ ടു 9.81 എന്നൊരു വാല്യൂ കിട്ടും. ഓക്കെ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് 9.81. ഇനി അറ്റ് എ ഹൈറ്റ് h above the surface, ഒരു സർഫസിൽ നിന്ന്, ഇത് സർഫസ് ആണ്, സർഫസിൽ നിന്ന് h ഹൈറ്റിൽ ഉള്ളതാണെങ്കിൽ അവിടുത്തെ ഗ്രാവിറ്റേഷൻ, അവിടുത്തെ G എന്ന് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ G × r/r+h² ആയിരിക്കും. r/r+h². G ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ്. അതായത് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ജിയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ട് വരും. ഓക്കെ, ഇനി ബിലോ ഡി ഡെപ്ത് ബിലോ ദ സർഫസ്. സർഫസിൽ നിന്ന് താഴോട്ടാണ്, അതായത് ഇത് സർഫസ് ആണ്. ഇവിടെ ഒരു ഡി ഡെപ്തിലാണെങ്കിൽ ജി ഡി എന്ന് പറഞ്ഞാൽ G × 1 - d/r ആയിരിക്കും. ഓക്കെ, ഡി ഡെപ്ത് ആണ്, ആ റേഡിയസ് ആണ്. അപ്പോൾ G ഡിക്രീസസ് ലീനിയർലി വിത്ത് ഡെപ്ത്. അവിടെയും G ഡെപ്ത് കൂടുന്നതിനനുസരിച്ചും ഡിക്രീസ് ചെയ്യും, ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ചും ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇനി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ് U. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി U ഇസ് ഈക്വൽ ടു -gmm/r ആയിരിക്കും. r² അല്ല, r ആയിരിക്കും. -gmm/r ആയിരിക്കും. ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ബൈൻഡിങ് എനർജി. വർക്ക് നീഡ് ടു സെപ്പറേറ്റ് മാസ് ടു ഇൻഫിനിറ്റി. ഈ നെഗറ്റീവ് സൈൻ എന്ന് പറയുന്നത് ബൈൻഡിങ് എനർജിയാണ് കേട്ടോ. ഇനി കെപ്ലർസ് ലോ. കെപ്ലറിന് 3 ലോ ഉണ്ട്. ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ഓർബിറ്റ് ആണ്. പ്ലാനറ്റ്സ് മൂവ് ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് ദ സൺ അറ്റ് 1 ഫോക്കസ്. ഒരു ഫോക്കസിൽ സൺ ഉണ്ട്. പ്ലാനറ്റ് ഇതൊരു എലിപ്സ് ആണ്. ഇതിൻ്റെ ഒരു സൈഡിൽ സൺ ഉണ്ട്. ആൻഡ് പ്ലാനറ്റ്സ് ആർ മൂവിങ് ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് സൺ അറ്റ് 1 end. ഒരു എൻഡിൽ ഇവിടെ ആട്ടോ സണ്ണുള്ള ഒരു എൻഡിൽ സണ്ണുണ്ട്. അങ്ങനെയാണ് മൂവ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ലോ പറയുന്നത്. ഒരു ഓർബിറ്റിലാണ് മൂവ് ചെയ്യുന്നത്. സെക്കൻഡ് ലോ, ലോ ഓഫ് ഏരിയ. ലൈൻ ജോയിനിങ് എ പ്ലാനറ്റ് ആൻഡ് ദ സൺ സ്വീപ്സ് ദ ഈക്വൽ ഏരിയ ഓഫ് ടൈം. സോറി, ഇവിടെയാണ് സണ്ണ് വിചാരിക്കുക. ഇതൊരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ്. ഇതാണ് സണ്ണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു പ്ലാനറ്റ് ആണ്. ആ പ്ലാനറ്റ് ഉണ്ടാക്കുന്ന ജോയിൻറ്റും അതിൻ്റെ ഏരിയ ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ ഏരിയയും ഈക്വൽ ആയിരിക്കും എന്നാണ്
കെപ്ലർ പറഞ്ഞാൽ അതായത് ലൈൻ ജോയിനിങ് എ പ്ലാനറ്റ് ആൻഡ് ദ സൺ സ്വീപ്സ് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ടൈം. ഒരേ ഏരിയയിൽ ഒരേ ടൈം കിട്ടും എന്നാണ് ഇവർ പറയുന്നത്. പ്ലാനറ്റ് മൂവ് ഫാസ്റ്റർ വെൻ ക്ലോസർ ടു സൺ. സണ്ണിൻ്റെ അടുത്തോട്ട് എത്തുമ്പോൾ പ്ലാനറ്റ് സ്പീഡിൽ മൂവ് ചെയ്യും. ഓക്കെ, ഇനി തേർഡ് ലോ ഓഫ് പീരീഡ് ആണ്. ലോ ഓഫ് പീരീഡ് എന്ന് പറയുമ്പോൾ ടി സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് ആയിരിക്കും. എ എന്ന് പറയുന്നത് സെമി മേജർ ആക്സിസ് ആണ്. ടി എന്ന് പറയുന്നത് ഓർബിറ്റൽ പീരീഡ് ആണ്. ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4π² × എ ക്യൂബ് ആയിരിക്കും. ഓക്കെ, ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ പഠിച്ചിട്ടില്ലെങ്കിലും ഈ പ്രൊപ്പോർഷണാലിറ്റി പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? ഇനി എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v = √Gm/r² ആയിരിക്കും. 2Gm/r² ആയിരിക്കും. അതിന് നമുക്ക് √2gr എന്ന് എഴുതാം. Gm/r എന്ന് പറഞ്ഞ Gm/r² ആണ് എന്ത്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എസ്കേപ്പ് വെലോസിറ്റി =√2gr എന്ന് എഴുതാം. G 9.8 ആണെന്നറിയാം. R 6.4 × 10⁶ മീറ്റർ ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി എത്രയാണ്? 11.2 km/s. അതായത് നമ്മളൊരു സാധനം ഒരു സെക്കൻഡിൽ 11.2 കിലോമീറ്റർ സ്പീഡിൽ പാസ് ചെയ്യുന്ന ഒരു സാധനമാണെങ്കിൽ അത് എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി കഴിഞ്ഞിട്ട് അതിങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, എന്താ മനസ്സിലായോ? ഇപ്പോൾ ഒരു സാധനം, ഇപ്പം ഞാൻ ഇവിടുന്ന് ഒരു സാധനം എറിഞ്ഞു. ഇത് എർത്തിൻ്റെ ഇതാണ്, അറ്റ്മോസ്ഫിയർ ആണ്. അപ്പം അത് പാസ് ചെയ്താലേ നമുക്ക് ഇതാവുള്ളൂ, ആ സാധനം എസ്കേപ്പ് ചെയ്ത് പോവുള്ളൂ. അതല്ലെങ്കിൽ തിരിച്ച് താഴോട്ട് തന്നെ വീഴും. അങ്ങനെ താഴോട്ട് വീഴാതിരിക്കണമെങ്കിൽ അതിൻ്റെ വെലോസിറ്റി, നമ്മൾ എറിയുന്ന വെലോസിറ്റി 11.2 km/s. ഒരു സെക്കൻഡിൽ 11.2 km പാസ് ചെയ്ത് പോകണം. ഇനി അങ്ങനെ പാസ് ചെയ്താൽ ഇവിടെ എത്തിയാൽ പിന്നെ അതിങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി ഇഫ് ദ എർത്ത്സ് റേഡിയസ് shrink by 1%, mass unchanged, the new G will be G' = Gm/r² എന്നറിയാം. അപ്പം 1% ആയിട്ട് ഷ്രിങ്ക് ചെയ്തു റേഡിയസ്. അപ്പോൾ റേഡിയസ് 0.99 ആയി. അപ്പോൾ നമുക്ക് ആ വാല്യൂ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇക്വേഷനിലിട്ടാൽ നമുക്ക് 1.02 gram എന്ന് കിട്ടും. അതെന്ന് പറഞ്ഞാൽ ഇൻക്രീസസ് ബൈ 2%. ഓക്കെ, the escape velocity from a planet with twice the radius and half the density of Earth. Escape velocity നമുക്കറിയാം, ഇറ്റ് ഈസ് √2gr ആണെന്നറിയാം, അല്ലെങ്കിൽ 2Gm/r ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്താൽ വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു √ρr² ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ v' = ve × √1/2, പകുതിയല്ലേ, പകുതി ബൈ ×4 ആയിരിക്കും. ദാറ്റ് ഈസ് v √2 ടൈംസ് എസ്കേപ്പ് വെലോസിറ്റി ആയിരിക്കും അതിനുണ്ടാവുക. Two masses are separated by a distance r. If the distance is double, the gravitational force become. അതായത് F is proportional to 1/r² ആണ്. അങ്ങനെയാണെങ്കിൽ r ഡബിൾ ആയാൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എത്ര ഉണ്ടാകുമെന്ന് വെച്ചാൽ F/4 ആയിരിക്കും. ഇൻവേഴ്സ് സ്ക്വയർ ലോ അല്ലേ. ഇനി a satellite orbit Earth at a height h = r. Its orbital velocity is, അതായത് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷനാണ് ഇത്. √Gm/2r അല്ലെങ്കിൽ √G/2 എന്നും എഴുതാം. ഓക്കെ, ആ ഓർബിറ്റൽ വെലോസിറ്റി h = r. r ആകുമ്പം അവിടെ ഉണ്ടാകുന്ന ഓർബിറ്റൽ വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി ദ ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് ക്ലോസ് ടു എർത്ത് സർഫസ് r is, ടൈം പീരീഡ് നമുക്കറിയാം 2π√r³ ആണ്. അപ്പോൾ അത് വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ വി വിൽ ഗെറ്റ് 84 minutes. The gravitational potential energy of a body at Earth's surface is -u. Its potential energy at infinity is 0. ഓക്കെ അല്ലേ? അടുത്ത്
ഒരു പ്രോബ്ലം സോൾവിങ് ടിപ്സാണ്. എൻഷുർ കൺസിസ്റ്റൻസി, അതായത് നമ്മൾ യൂണിറ്റ്സ് കൺവേർട്ട് ചെയ്യുമ്പോൾ മാറായി പോകരുത്, കറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുക. പിന്നെ അപ്രോക്സിമേഷൻസ്, എച്ച് ഇസ് വെരി വെരി ലെസ് ദാൻ ആർ യൂസ് ബൈനോമിയൽ അപ്രോക്സിമേഷൻ വെച്ചിട്ട് ചെയ്യാം. ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - 2h/r എന്നൊക്കെ എഴുതുമ്പോൾ നോക്കിയിട്ട് ചെയ്യാം. ഇൻ സിമെട്രി, ഇൻ പ്രോബ്ലംസ് ഇൻവോൾവിങ് മൾട്ടിപ്പിൾ മാസസ് യൂസ് വെക്റ്റർ അഡിഷൻ ഫോർ ഫോഴ്സസ്. അതായത് മാസ് കുറേ ഉണ്ടാകുമ്പോൾ നമ്മൾ കൺഫ്യൂസ് ആവും, അത് ആഡ് ചെയ്തണോ ഇത് ആഡ് ചെയ്തണോ, അപ്പം നിങ്ങൾ വെക്റ്റർ അഡിഷൻ ആഡ് ചെയ്യാം നോക്കാം. പിന്നെ നമ്മൾ വരുത്തുന്ന കോമൺ മിസ്റ്റേക്സ് ആണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയിൽ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്, അത് മറന്നു പോകാറുണ്ട്. പിന്നെ മിസ് അപ്ലൈയിങ് കെപ്ലേഴ്സ് തേർഡിലും അപ്ലൈ ചെയ്യുന്നത് തെറ്റുന്നുണ്ട്, അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യാം. കാൽക്കുലേറ്റ് ജി അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു എർത്ത് റേഡിയസ്. ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു r/2r ദ ഹോൾ സ്ക്വയർ ആയിരിക്കും, അപ്പം നമുക്ക് g/4 ആയിരിക്കും ജി എച്ച് കിട്ടുക. A planet has half the density of Earth and twice the radius. Find escape velocity. V dash is equal to v into root 1/4 into 1/2 into 4 ആയിരിക്കും. V equal to root 2 ആയിരിക്കും. V into root 2 ആയിരിക്കും. That is 15.8 km/s ആയിരിക്കും. If Earth mass was 4 times larger, same radius, the new orbital period of satellite near the surface is t dash is equal to t/2, t proportional to 1/√m ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി ക്വിക്ക് റെഫറൻസ് ടേബിൾ ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു ജി m1 m2/r² ആയിരിക്കും. ഓർബിറ്റൽ വെലോസിറ്റി വി ഒ ഇസ് ഈക്വൽ ടു √gm/r ആയിരിക്കും. എസ്കേപ്പ് വെലോസിറ്റി വി ഇ ഈക്വൽ ടു √2gr ആയിരിക്കും. കെപ്ലേഴ്സ് തേർഡിലോ t² ഇസ് പ്രൊപ്പോർഷണൽ ടു a³ ആയിരിക്കും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നന്നായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. പ്രാക്ടീസ് മോർ പ്രോബ്ലംസ്. കാരണം ഈ ഒരു ചാപ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ആൻഡ് നന്നായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററുമാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.